Hello everyone, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് SSC MTSന്റെ പ്രിലിമിനറി എക്സാമിനേഷൻ അല്ലേ, അതായത് ടയർ 1 എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ കഴിഞ്ഞ ദിവസങ്ങളിലായി ചോദിച്ച ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസിൻ്റെ കമ്പൈലേഷൻ ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നത്. So without any delay, let's start the session and I am here, Shweta, along with you. Okay, so here is the first question. So ആദ്യത്തേത് ഒരു one word substitution related ആയിട്ടുള്ള question ആണ്. So the given phrase is one who loves woods and forest. Okay, അപ്പം woods എന്ന് പറയുന്നത് ലൈക്ക് കാട്ടുപ്രദേശത്തെയാണ്. ഓക്കെ, അപ്പം കാട്ടുപ്രദേശങ്ങളെ ഇഷ്ടപ്പെടുന്ന കാടുകളെ ഇഷ്ടപ്പെടുന്ന ആളുകളെ നമുക്ക് എങ്ങനെ വിളിക്കാം എന്നതാണ് ചോദ്യം. സോ ഈസ് ഇറ്റ് നെമോഫിലിസ്റ്റ് ഓർ ഓപ്റ്റിമിസ്റ്റ് ഓർ ഫാറ്റലിസ്റ്റ് ഓർ പെസിമിസ്റ്റ്? ഓക്കെ, സോ വിതൗട്ട് എനി ഡൗട്ട് വി കൻ സേ ഇറ്റ് ഇസ് ഓപ്ഷൻ എ, ദാറ്റ് ഇസ് നെമോഫിലിസ്റ്റ്. ഓക്കെ, നെമോഫിലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കാടുകളെ ഇഷ്ടപ്പെടുന്ന ഒരാളെയാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. ഓക്കെ, ഇനി ഓപ്റ്റിമിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ലൈക്ക് ഏതൊരു കാര്യത്തിനോടും വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനമുള്ള, ഓക്കെ, പോസിറ്റീവ് തിങ്കിങ് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരാളെയാണ്, ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓപ്റ്റിമിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നൗ കംസ് ഫാറ്റലിസ്റ്റ്. ഫാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫെയ്റ്റിൽ വിശ്വസിക്കുന്ന, വിധി കാരണമാണ് നമ്മുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളും നടക്കുന്നത് എന്നുള്ള ഉറച്ച വിശ്വാസമുള്ള ഒരാളെയാണ് നമ്മൾ ഫാറ്റലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. പെസിമിസ്റ്റ് ഈസ് എൻ ആന്റണിം ഓഫ് ദ വേർഡ് ഓപ്റ്റിമിസ്റ്റ്. ഓക്കെ, പെസിമിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തെയും നെഗറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുന്ന, ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള, ഏതൊരു കാര്യത്തോടും നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡുള്ള ഒരാളെയാണ് നമ്മൾ പെസിമിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ എ. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്തത് ഒരു ഫ്രേസ് സബ്സ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ദ ഡയറക്ടർ സെഡ് ദാറ്റ് ദ ന്യൂ സിസ്റ്റം വാസ് മോർ ബെറ്റർ ദാൻ ദ പ്രീവിയസ് വൺ. അപ്പം ഇവിടെ ഡയറക്ടർ പറയുവാണ് ഇപ്പോൾ ഉള്ള പുതിയ സിസ്റ്റം, ഓക്കെ, അത് ലൈക്ക് പ്രീവിയസ് വണ്ണിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ് എന്നാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ മോർ ബെറ്റർ എന്നുള്ള ഭാഗമാണ് നമുക്ക് അണ്ടർലൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. സോ ഇത് മാറ്റി നമുക്ക് ഓപ്ഷൻസിൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടത് എന്നതാണ് ചോദ്യം. ഇസ് ഇറ്റ് ബെറ്റർ ദാൻ ഓർ മോർ ഗുഡ് ഓർ ബെസ്റ്റ് ദാൻ or no substitution required? Okay, see ഇവിടെ ആക്ച്വലി വി ആർ ഡൂയിങ് എ കമ്പാരിസൺ അല്ലെ, പഴയ സിസ്റ്റവും പുതിയ സിസ്റ്റവും തമ്മിലുള്ള കമ്പാരിസൺ ആണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. സോ ഒബ്വിയസ്ലി നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടത് കമ്പാരിറ്റീവ് ഡിഗ്രി ആണ് അല്ലെ. സോ ഇവിടെ മോർ ബെറ്റർ എന്നതിന് പകരം നമുക്ക് യൂസ് ചെയ്യേണ്ടത്, ഐ മീൻ മോർ ബെറ്റർ ദാൻ എന്നതിന് പകരം നമുക്ക് യൂസ് ചെയ്യേണ്ടത് ബെറ്റർ ദാൻ എന്നുള്ള ഓപ്ഷൻ ആണ്. ഓക്കെ, സോ അപ്പം കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് എങ്ങനെ വരും? ദ ഡയറക്ടർ സെഡ് ദാറ്റ് ദ ന്യൂ സിസ്റ്റം വാസ് ബെറ്റർ ദാൻ ദ പ്രീവിയസ് വൺ എന്ന് വരും. ഓക്കെ, നമുക്ക് ഇവിടെ ഈ മോർ എന്നുള്ളത് ആവശ്യമില്ല. ഓക്കെ, നൗ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സി സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആന്റണിം ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ തന്നിരിക്കുന്ന ലൈക്ക് അണ്ടർലൈൻ ചെയ്ത് തന്നിരിക്കുന്ന വാക്കിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വാക്ക് ഏത് എന്നതാണ് ചോദ്യം. സോ ലെറ്റ്സ് റീഡ് ദ സെന്റൻസ്. സി ദേ മേ ഓഫ് കോഴ്സ് ഫോളോ ഇറ്റ് and thus make their consigns obsequious to their interest. ഓക്കെ, സോ ഈ ഒബ്സീക്വസ് എന്നുള്ള വാക്കിന് ആന്റണിമായിട്ട് വരുന്ന വാക്ക് ഏത് എന്നതാണ് ചോദ്യം. സോ ഒബ്സീക്വസ് എന്ന് പറഞ്ഞാൽ ഡോസൈൽ ആയിട്ടുള്ള, ഓക്കെ, വളരെ സബ്മിസീവ് ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ ഒബ്സീക്വസ് എന്ന് പറയുന്നത്. സോ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് സെർവൈൽ ആണോ, ഇൻഗ്രേഷിയേറ്റിംഗ് ആണോ, ഡൊമിനിയറിംഗ് ആണോ, ക്രിഞ്ചിങ് ആണോ എന്നതാണ് ചോദ്യം. സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ദാറ്റ് ഈസ് ഡൊമിനിയറിംഗ്. ഓക്കെ, ഡൊമിനിയറിംഗ് എന്ന് പറഞ്ഞാൽ ഡോമിനേറ്റിംഗ് എന്നാണ് അർത്ഥം. ഓക്കെ, ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ് ലൈക്ക് ഒബ്സീക്വസ് എന്നുള്ള വാക്കിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി സെർവൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സെർവൈൽ മീൻസ് സബ്മിസീവ് ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ സെർവൈൽ എന്ന് പറയുന്നത്. ഇനി ഇൻഗ്രേഷിയേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ലൈക്ക് സൈക്കോപാത്ത് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. അതായത് ലൈക്ക് മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചു പറ്റാനായിട്ട് നമ്മൾ അവരെ ഭയങ്കരമായിട്ട് ഫ്ലാറ്റർ ചെയ്യുക. ഓക്കെ, അതിനെയാണ് ഇൻഗ്രേഷിയേറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ക്രിഞ്ചിങ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ചുക്കിച്ചുളിയുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, വേദന കൊണ്ട് മുഖം ചുളിഞ്ഞു പോകുന്നതിനെയാണ് ലൈക്ക് ക്രിഞ്ചിങ് വിത്ത് പെയിൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ക്രിഞ്ചിങ് മീൻസ് ദാറ്റ്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ദാറ്റ് ഈസ് ഡൊമിനിയറിംഗ്. ഓക്കെ, നൗ അടുത്തത് നോക്കാം. തന്നിരിക്കുന്ന 4 വാക്കുകളിൽ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഏത് എന്നതാണ് ചോദ്യം.
സോ ദ ഗിവൻ വേർഡ് ഇസ് ഏപ്പിയറി. ഓക്കെ, അപ്പം ഏപ്പിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈക്ക് ബീസിൻ്റെ അല്ലെ റയറിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തൊരു വേർഡാണ് ഏപ്പിയറി. ഓക്കെ, സോ ഏപ്പിയറി എന്നുള്ള വാക്കിൻ്റെ കൃത്യമായിട്ടുള്ള സ്പെല്ലിംഗ് ഇറ്റ് ഇസ് APIARY. ഓക്കെ, സോ ഇവിടെ ഓപ്ഷൻ 1 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ 2 P ഉണ്ട്, സോ ദാറ്റ് ഈസ് റോങ്. ഇവിടെ APIERY ആണ്, സോ ദാറ്റ് ഈസ് ഓൾസോ റോങ്. ഇവിടെ APEIRY ആണ്, സോ ദാറ്റ് ഈസ് ഓൾസോ റോങ്. സോ ഏപ്പിയറി APIARY. ഓക്കെ, അതാണ് നമ്മുടെ കൃത്യമായിട്ടുള്ള സ്പെല്ലിംഗ് വരുന്ന വേർഡ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്തത് സിനണിം കണ്ടെത്താനായിട്ടുള്ള ചോദ്യമാണ്. സോ ദ ഗിവൻ വേർഡ് ഈസ് അസീമിലേറ്റ്. ഓക്കെ, അസീമിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാവുന്ന രീതിക്ക് അബ്സോർബ് ചെയ്യുന്നതിനെയാണ് അസീമിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ ഈ അസീമിലേറ്റ് എന്നുള്ള വാക്കിന് സിനണിമായിട്ട് വരുന്ന വാക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് എന്ന് നോക്കാം. ഇസ് ഇറ്റ് ഡിസ്ട്രിബ്യൂട്ട് ഓർ അറേഞ്ച് ഓർ റിസീവ് ഓർ അബ്സോർബ് എന്നതാണ് ചോദ്യം. സോ ഒബ്വിയസ്ലി ഇറ്റ് ഇസ് ഓപ്ഷൻ 4 ദാറ്റ് ഇസ് അബ്സോർബ്. ഓക്കെ, അപ്പം അസീമിലേറ്റ് എന്ന് പറഞ്ഞാൽ അബ്സോർബ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഇനി ഡിസ്ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വിതരണം ചെയ്യുന്നതിനെയാണ് ഡിസ്ട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അറേഞ്ച് എന്ന് പറഞ്ഞാലോ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുക അല്ലെ, ഒരുക്കി വെക്കുന്നതിനെയാണ് നമ്മൾ അറേഞ്ച് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിസീവ് എന്ന് പറഞ്ഞാൽ നേടുക അല്ലെങ്കിൽ കിട്ടുക എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഗ്രാമാറ്റിക്കൽ എറർ കണ്ടെത്താനായിട്ടുള്ള ചോദ്യമാണ്. സ്പോട്ട് ദ എറർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. Topping the exam was a moment of large joy for Minu. ഓക്കെ, അപ്പം മീനുവിന് ആ ഒരു എക്സാമിൽ ടോപ്പ് ചെയ്യുക എന്നുള്ളത് ഇറ്റ് വാസ് ആക്ച്വലി എ മൊമെൻറ്റ് ഓഫ് ലൈക്ക് എക്സ്ട്രീം ഹാപ്പിനെസ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഏത് ഭാഗത്താണ് എറർ ഉള്ളത് എന്നതാണ് ചോദ്യം. ഈസ് ഇറ്റ് ഇൻ ഫോർ മീനു ഓർ ടോപ്പിംഗ് ദ എക്സാം ഓർ വാസ് എ മൊമെൻറ്റ് ഓർ ഓഫ് ലാർജ് ജോയ്? ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് 4th one ആണ്, ദാറ്റ് ഇസ് ഓഫ് ലാർജ് ജോയ്. ഓക്കെ, സി ജോയ് എന്ന് പറയുന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ലാർജ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ലാർജ് എന്ന് പറയുമ്പോൾ വലുത് എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് വേണ്ടത് ഇൻസ്റ്റെഡ് ഓഫ് ലാർജ് വി നീഡ് ടു മേക്ക് യൂസ് ഓഫ് ദ വേർഡ് ഗ്രേറ്റ്. ഓക്കെ, അപ്പോൾ എക്സ്ട്രീം ഹാപ്പിനെസ് എന്ന് കാണിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നത് ഗ്രേറ്റ് ജോയ് എന്നുള്ള പെർട്ടിക്കുലർ യൂസേജ് ആണ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്തത് ലൈക്ക് സെൻറ്റൻസ് ഫ്രേസ് സബ്സ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ലെറ്റ്സ് സി. മൈ ഗ്രാൻഡ് മദർ ഈസ് ഓൾവേസ് ലൈവ്ലി ആൻഡ് എനർജറ്റിക് ഡെസ്പൈറ്റ് ഓഫ് എ ഇൽ ഹെൽത്ത്. ഓക്കെ, അപ്പം എൻ്റെ ഗ്രാൻഡ് മദർ എങ്ങനെയാണ്? എപ്പോഴും ലൈക്ക് ലൈവ്ലി ആണ്, വളരെ എനർജറ്റിക് ആണ്. പക്ഷേ അവർക്ക് എങ്ങനെയാണ്? അവരുടെ ഹെൽത്ത് കുറച്ച് മോശമാണെങ്കിൽ കൂടി ഓക്കെ ഒരു ഭയങ്കര ലൈവ്ലിയും എനർജറ്റിക്കും ആണ് എന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ കൂടി എന്ന് കാണിക്കാനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഡെസ്പൈറ്റ് എന്നുള്ള വാക്കാണ്. ഓക്കെ, അപ്പം ഡെസ്പൈറ്റ് ഓഫ് എ ഇൽ ഹെൽത്ത് എന്നുള്ള ഭാഗം മാറ്റി നമുക്ക് തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏത് ചൂസ് ചെയ്താലാണ് ഈ ഒരു സെൻറ്റൻസ് കുറച്ചുകൂടി ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആക്കാനായിട്ട് സാധിക്കുക എന്നതാണ് ചോദ്യം. ഓക്കെ, സോ ഡിസ്പൈറ്റ് ഫോർ ഹർ ഇൽ ഹെൽത്ത് എന്ന് വരുമോ, ഇൻസ്പൈറ്റ് ഹർ ഇൽ ഹെൽത്ത് എന്ന് വരുമോ, ഡെസ്പൈറ്റ് ഹർ ഇൽ ഹെൽത്ത് എന്ന് വരുമോ, അതോ ഇൻ ഡിസ്പൈറ്റ് ഓഫ് ഹർ ഇൽ ഹെൽത്ത് എന്ന് വരുമോ എന്നതാണ് ചോദ്യം. സി, നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഡെസ്പൈറ്റ് എന്നുള്ള വാക്കാണ്. ഓക്കെ, സോ ഡെസ്പൈറ്റ് എന്നുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് ഓഫ് ആവശ്യമില്ല. ഓക്കെ, പക്ഷേ ഇൻസ്പൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് ഓഫ് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പം ഇത് രണ്ടും സെയിം മീനിങ് ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടി എന്നുള്ളൊരു മീനിങ് ആണ് ഇൻസ്പൈറ്റ് ഓഫിനും ഉള്ളത് ഡെസ്പൈറ്റിനും ഉള്ളത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഡെസ്പൈറ്റ് ഓഫ് എന്നുള്ള ഈ ഒരു ഓഫിൻ്റെ യൂസേജ് ആവശ്യമില്ല. ഓക്കെ, സോ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാ? സി, ഡെസ്പൈറ്റ് 4 എന്ന് വരില്ല. ഇൻസ്പൈറ്റ് കഴിഞ്ഞ് ഓഫ് വരുവാണെങ്കിൽ ഇത് ശരിയാവുകയുള്ളൂ. ഇവിടെ ഇൻ ഡെസ്പൈറ്റ് ഓഫ് ആണ്, ദാറ്റ് ഈസ് ഓൾസോ റോങ്. സോ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാ? തേർഡ് വൺ, ദാറ്റ് ഈസ് ഡെസ്പൈറ്റ് ഹർ ഇൽ ഹെൽത്ത്. ഓക്കെ, അതിൻ്റെ കൂടെ ഓഫ് എന്നുള്ള പ്രപ്പോസിഷൻ ആവശ്യമില്ല. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്തതൊരു ഫിൽ ഇൻ ദ ബ്ലാങ്ക് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. സോ ദ ക്യാൻസലേഷൻ ഓഫ് അവർ ട്രിപ്പ് ടു മണാലി വാസ് എ ഡാഷ് ഡിസപ്പോയിൻമെൻറ്റ് ഫോർ us. ഓക്കെ, അപ്പം മണാലിയിലോട്ടുള്ള നമ്മുടെ ട്രിപ്പിൻ്റെ ക്യാൻസലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് എങ്ങനെയുള്ള ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്? എക്സ്ട്രീം ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ലൈക്ക് വി വർ എക്സ്ട്രീംലി ഡിസപ്പോയിൻറ്റഡ് എന്നാണ് പറയുന്നത്. സോ ഇവിടെ ഗ്രേറ്റ് വരുമോ, ലാർജ് വരുമോ, എക്സ്റ്റെൻഡഡ് എന്ന് വരുമോ, ലെങ്തി എന്ന് വരുമോ എന്നതാണ് ചോദ്യം. സോ വിത്തൗട്ട് എനി ഡൗട്ട്
we can say it is option 1 അല്ലേ, ഗ്രേറ്റ് ആണ് വരേണ്ടത്. അത് എന്താ കാരണം? ഗ്രേറ്റ് ഡിസപ്പോയിൻമെന്റ് അല്ലേ, ഡിസപ്പോയിൻമെന്റ് പറയുന്നത് അൺകൗണ്ടബിൾ ആയിട്ടുള്ള ഒരു നൗൺ ആണ്. ഓക്കെ, സോ അതിന്റെ കൂടെ നമുക്ക് ലാർജ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എക്സ്റ്റെൻഡഡ് എന്ന് പറയുന്ന സമയത്ത് ഒരു കാര്യത്തിന് വീണ്ടും ഒന്നുകൂടി നീട്ടുക എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. സോ അത് ഇവിടെ സ്യൂട്ടബിൾ അല്ല. ലെങ്തി എന്ന് പറയുന്ന സമയത്ത് നീളമുള്ള എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ നോട്ട് സ്യൂട്ടബിൾ ഓവർ ഹിയർ. സോ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഫസ്റ്റ് വൺ ആണ്, ദാറ്റ് ഈസ് ഗ്രേറ്റ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. ഇനിയുള്ളത് ഒരു ഇഡിയം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സോ ദ ഗിവൻ ഇഡിയം ഇസ് ഗെറ്റ് ഓൺ സംബഡീസ് നെർവ്സ്. ഓക്കെ, ഗെറ്റ് ഓൺ സംബഡീസ് നെർവ്സ് എന്നുള്ള ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഇസ് ഇറ്റ് ടു കാം ആൻഡ് ആൻഷ്യസ് പേഴ്സൺ. ഓക്കെ, വളരെ ആൻഷ്യസ് ആയിട്ടുള്ള, വളരെ ആശങ്കാകുലനായിട്ടിരിക്കുന്ന ഒരാളെ കംഫർട്ട് ചെയ്യുന്നതിനെയാണോ അതോ കാം ആക്കുന്നതിനെയാണോ ഗെറ്റ് ഓൺ സംബഡീസ് നെർവ്സ് എന്ന് പറയുന്നത്? ഓർ ടു ബി ആൻ ഇറിറ്റന്റ്. ഓക്കെ, എപ്പോഴും മറ്റുള്ളവരെ അനോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, അതിനെയാണോ ഗെറ്റ് ഓൺ സംബഡീസ് നെർവ്സ് എന്ന് പറയുന്നത്? ഓർ ടു ക്രാക്ക് ജോക്സ് വിത്ത് സംബഡീസ് എക്സ്പെൻസ്. ഓക്കെ, ലൈക്ക് മറ്റുള്ളവരുടെ ലൈക്ക് ഒരു, അതായത് ആ ഒരു സിറ്റുവേഷൻ സീസ് ചെയ്തുകൊണ്ട് നമ്മൾ ജോക്ക് പറയുന്നതിനെയാണോ? ഓർ ബി ആംഗ്രി വിത്ത് യുവർ സെൽഫ് ബട്ട് ടേക്ക് ഔട്ട് ദ ആങ്കർ ഓൺ സംബഡി എൽസ്. അതായത് നമുക്ക് നമ്മളോട് തന്നെ ദേഷ്യം തോന്നുന്നു, പക്ഷെ ആ ദേഷ്യം നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്നു, അതിനെയാണോ ഗെറ്റ് ഓൺ സംബഡീസ് നെർവ്സ് എന്ന് പറയുന്നത് എന്നതാണ് ചോദ്യം. സോ ഓവർ ഹിയർ our answer is option second, that is to be an irritant. ഓക്കെ, എപ്പോഴും ഒരു ഇറിറ്റന്റ് ആയിട്ടിരിക്കുക, അതായത് മറ്റുള്ളവരെ അനോയ് ചെയ്തുകൊണ്ടിരിക്കുക, അതിനെയാണ് ഗെറ്റ് ഓൺ സംബഡീസ് നെർവ്സ് എന്നുള്ള ലൈക്ക് ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്തതും ഒരു ഇഡിയം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സോ ദി ഗിവൻ ഇഡിയം ഇസ് ആൻ ഇച്ചിങ് പാം. ഓക്കെ, അപ്പം ആൻ ഇച്ചിങ് പാം എന്നുള്ള ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഇസ് ഇറ്റ് ആൻ അവേരിയസ് ഓർ ഗ്രീഡി പേഴ്സൺ. ഓക്കെ, വളരെ ഗ്രീഡി ആയിട്ടുള്ള ഒരാളെയാണോ നമ്മൾ ആൻ ഇച്ചിങ് പാം എന്ന് പറയുന്നത്? ഓർ എ പേഴ്സൺ സഫറിങ് ഫ്രം എ ഡിസീസ്. ഓക്കെ, ഒരു അസുഖത്താൽ ലൈക്ക് സഫർ ചെയ്യുന്ന ഒരാളെയാണോ ആൻ ഇച്ചിങ് പാം എന്ന് പറയുന്നത്? ഓർ ടു എ ബാഡ് ടെമ്പേർഡ് പേഴ്സൺ. ഓക്കെ, ലൈക്ക് ഒരു ബാഡ് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറുന്നതിനെയാണോ ആൻ ഇച്ചിങ് പാം എന്ന് പറയുന്നത്? ഓർ എ വെരി റിച്ച് പേഴ്സൺ. ഓക്കെ, വളരെ ഒപ്യൂലൻ്റ് ആയിട്ടുള്ള, വളരെ വെൽതി ആയിട്ടുള്ള ഒരാളെയാണ് നമ്മൾ ആൻ ഇച്ചിങ് പാം എന്ന് പറയുന്നത് എന്നതാണ് ചോദ്യം. സോ ഓവർ ഹിയർ our answer is option 1, that is an avaricious or greedy person. ഓക്കെ, സെൽഫിഷ്നെസ് കാണിക്കുന്ന, ഗ്രീഡി ആയിട്ടുള്ള, എൻവിയസ് ആയിട്ടുള്ള ഒരാളെയാണ് നമ്മൾ ആൻ ഇച്ചിങ് പാം എന്നുള്ള ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, now let's see the next one. See, ഇനിയുള്ളത് ഒരു fill in the blank type of question ആണ്. The passengers were very happy dash the friendly and warm treatment given to them. ഓക്കെ, അപ്പം ലൈക്ക് പാസഞ്ചേഴ്സിന് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, വാം ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് കിട്ടിയിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്കതിൽ വളരെ സന്തോഷമുണ്ടായി എന്നതാണ് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ നമുക്ക് ഈ ബ്ലാങ്കിൽ ഏത് പ്രപ്പോസിഷൻ ആണ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്? ഹാപ്പി ഫ്രം ആണോ, ഹാപ്പി ടു ആണോ, ഹാപ്പി വിത്ത് ആണോ, അതോ ഹാപ്പി എബൌട്ട് ആണോ എന്നതാണ് ചോദ്യം. സോ ഇവിടെ നമുക്ക് ചൂസ് ചെയ്യേണ്ടത് തേർഡ് ഓപ്ഷൻ ആണ്, ദാറ്റ് ഈസ് വിത്ത്. ഓക്കെ, ഹാപ്പി വിത്ത് എന്നുള്ള യൂസേജ് ആണ് നമുക്കിവിടെ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. അപ്പം എങ്ങനെ വരും കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ്? ദ പാസഞ്ചേഴ്സ് വർ വെരി ഹാപ്പി വിത്ത് ദ ഫ്രണ്ട്ലി ആൻഡ് വാം ട്രീറ്റ്മെന്റ് ഗിവൻ ടു ദെം എന്ന് വരും. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്തത് ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ലെറ്റ്സ് സീ ദാറ്റ് വിച്ച് ക്യാൻ ബി സീൻ ത്രൂ. ഓക്കെ, വളരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിലൂടെ കാണാനായിട്ട് സാധിക്കുന്ന, ഗ്ലാസ് ഒക്കെ അങ്ങനെയുള്ളതാണ് അല്ലേ, ഗ്ലാസ്സിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലൈക്ക് തൊട്ടപ്പുറത്ത് എന്താണ് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെയുള്ള ഒന്നിനെ നമുക്ക് എന്ത് വിളിക്കാം എന്നതാണ് ചോദ്യം. ഇസ് ഇറ്റ് വേഗ് ഓർ ഒപ്പേക്ക് ഓർ ഫോഗി ഓർ ട്രാൻസ്പെറൻറ്റ്? ഓക്കെ, അപ്പം അതിലും ഡൗട്ടൊന്നും ഇല്ലാതെ നമുക്ക് ആൻസർ പറയാം. ഇറ്റ് ഇസ് ഫോർത്ത് ഓപ്ഷൻ, ദാറ്റ് ഇസ് ട്രാൻസ്പെറൻറ്റ്. ഓക്കെ, ദാറ്റ് വിച്ച് ക്യാൻ ബി സീൻ ത്രൂ, നമുക്ക് കാണാനായിട്ട്, അതിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ട്രാൻസ്പാരൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന, ആന്റണിം ആയിട്ട് വരുന്ന ഒരു വാക്കാണ് ഒപ്പേക്ക്. ഓക്കെ, അപ്പോൾ ഒപ്പേക്ക് എന്ന് പറഞ്ഞാൽ നോട്ട് ട്രാൻസ്പെറൻറ്റ്, ട്രാൻസ്പാരൻ്റ് അല്ലാത്ത, അതിലൂടെ നമുക്ക് മറ്റ് ലൈക്ക് തൊട്ടപ്പുറത്തുള്ള കാര്യങ്ങളൊന്നും കാണാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള ഒന്നിനെയാണ് നമ്മൾ ഒപ്പേക്ക് എന്ന് പറയുന്നത്. ഇനി വേഗ് എന്ന് പറഞ്ഞാൽ നോട്ട് ക്ലിയർ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ക്ലാരിറ്റി ഇല്ലാത്ത, ക്ലിയർ അല്ലാത്ത ഒന്നിനെ നമുക്ക് വേഗ് എന്ന് പറയാം. ഇനി ഫോഗി എന്ന് പറഞ്ഞാലോ, ഫോഗി എന്ന് പറഞ്ഞാൽ ലൈക്ക് മൂടൽമഞ്ഞ് നിറഞ്ഞ എന്നുള്ള ഒരു മീനിങ് ആണ് ഫോഗി എന്നുള്ള വാക്കിനുള്ളത്. ഓക്കെ, ക്ലിയർ ആയിട്ട്, ക്ലാരിറ്റിയോടുകൂടി ഒരു കാര്യം കാണാൻ പറ്റാത്ത അവസ്ഥയെ നമുക്ക് ഫോഗി എന്ന് പറയാം. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്തത് ഒരു
substitution, phrase substitution related ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. So the given sentences, Mount Everest is the higher mountain above sea level. Okay, അപ്പം above sea level നോക്കിക്കഴിഞ്ഞാൽ മൗണ്ട് എവറസ്റ്റ് ആണ് ഏറ്റവും ഹൈറ്റ് ഉള്ളത് എന്ന് കാണിക്കാനായിട്ട് ഹയർ എന്നുള്ള വാക്കിന് പകരം നമുക്ക് യൂസ് ചെയ്യേണ്ടത് ഏത്? Is it highest or more high or most highest or more higher? ഓക്കെ, സോ ഇവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ടത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് അല്ലേ. അതായത് രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യാനായിരുന്നെങ്കിൽ നമുക്ക് കമ്പാരിറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് അതാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അതിൽ കൂടുതൽ ഹൈറ്റ് ഉള്ളത് വേറെ ഇല്ല. ഓക്കെ, അപ്പം അങ്ങനെ കാണിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. സോ ഓവർ ഹിയർ ഓപ്ഷൻ 1 ഈസ് അവർ ആൻസർ, ദാറ്റ് ഇസ് ഹയസ്റ്റ്. ഓക്കെ, ഹയസ്റ്റ് ആണ്. ഹൈ, ഹയർ, ഹയസ്റ്റ്. ഓക്കെ, ഹയർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രി ആണ്. സോ ഹയസ്റ്റ് ആണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് എങ്ങനെ വരും? മൗണ്ട് എവറസ്റ്റ് ഇസ് ദ ഹയസ്റ്റ് മൗണ്ടൻ അബവ് ദ സീ ലെവൽ എന്ന് വരും. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്തത് ഒരു സെന്റൻസ് സബ്സ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ഇവിടെ അണ്ടർലൈൻ ചെയ്ത് തന്നിരിക്കുന്നത് വെയർ എന്നുള്ള ഭാഗമാണ്. ഓക്കെ, സോ എവ്രിബഡി വെയർ ഗോയിങ് ടു സീ ദ സർക്കസ്. എല്ലാവരും ഓക്കെ സർക്കസ് കാണാനായിട്ട് പോയിരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഈ വെയർ എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഏത് ഓപ്ഷൻ ചൂസ് ചെയ്താലാണ് ഈ ഒരു സെന്റൻസിനെ കുറച്ചുകൂടി ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആക്കാനായിട്ട് സാധിക്കുക എന്നതാണ് ചോദ്യം. സോ എവ്രിബഡി ഹാസ് ഗോയിങ് എന്ന് വരുമോ, ആർ ഗോയിങ് എന്ന് വരുമോ, നോ സബ്സ്റ്റിറ്റ്യൂഷൻ റിക്വയർഡ് ആണോ, അതോ വാസ് ഗോയിങ് എന്ന് വരുമോ എന്നതാണ് ചോദ്യം. സി, ഇവിടെ എവ്രിബഡി എന്നുള്ള വാക്ക് ഓക്കെ ദാറ്റ് ഈസ് ആക്ച്വലി പേഴ്സണൽ പ്രൊനൗൺ. ഓക്കെ, എവ്രിബഡി, എനിബഡി, സംബഡി, നോബഡി, എവ്രി വൺ, എനി വൺ, സം വൺ, നോ വൺ. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള വാക്കുകളുടെ കൂടെയൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് സിംഗുലർ ആയിട്ടുള്ള വേർബാണ് അക്കോർഡിംഗ് ടു സബ്ജക്ട് വേർബ് അഗ്രിമെന്റ്. ഓക്കെ, സോ ഇവിടെ വെയർ എന്നുള്ളത് ആക്ച്വലി പ്ലൂരൽ അല്ലേ? ഇത് പ്ലൂരലാണ്. ഹാസോ, ഹാസ്, എവ്രിബഡി ഹാസ് ഗോയിങ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അല്ലേ. ഹാസ് എന്നുള്ളത് നമുക്ക് ആക്ച്വലി പൊസഷൻ ഒക്കെ കാണിക്കാനായിട്ട് ആയിരുന്നെങ്കിൽ നമുക്ക് ഹാസ് യൂസ് ചെയ്യാമായിരുന്നു. ഇനി ആർ എന്നുള്ളത് പ്ലൂരലാണ്. സോ ദാറ്റ് ഓൾസോ കനോട്ട് ബി ചൂസൺ. പിന്നെ ഉള്ളത് ഏതാ? വാസ് ആണ് അല്ലേ. സോ എവ്രിബഡി വാസ് ഗോയിങ് ടു സീ ദ സർക്കസ് എന്ന് വേണം വരാനായിട്ട്. ഓക്കെ, കാരണം എന്താ? എവ്രിബഡി എന്നുള്ളതിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ ആയിട്ടുള്ള വേർബാണ്. ഓക്കെ, so instead of where we are making use of the word was. Okay, now let's move on. അടുത്തത് ഒരു spot error type of question ആണ്. So the given sentence is I was playing snooker when dad had arrived. Okay, so ഇവിടെ പറയുന്നത് ഞാൻ സ്നൂക്കർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ അച്ഛൻ വന്ന സമയത്ത് എന്നാണ് നമുക്കിവിടെ പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇത് ആക്ച്വലി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വരുന്ന ഒരു സെൻറ്റൻസ് ആണ് അല്ലേ. വാസ് പ്ലേയിങ്. ഓക്കെ, അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. സോ ഒബ്വിയസ്ലി അങ്ങനെ ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസിൽ നമുക്ക് ഹാഡ് അറൈവ്ഡ്, അതായത് ഹാഡ് പ്ലസ് V3 എന്നുള്ള ഫോം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. സോ ഒബ്വിയസ്ലി നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഏത് ഭാഗത്താണ് എറർ ഉള്ളത്? ഇറ്റ് ഈസ് എൻ ഓപ്ഷൻ 1. ഓക്കെ, ഹാഡ് അറൈവ്ഡ് എന്നുള്ള ഭാഗത്താണ് നമുക്ക് മിസ്റ്റേക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ അതിന് പകരം നമുക്ക് എങ്ങനെ കൊടുക്കാം? സി, ഐ വാസ് പ്ലേയിങ് സ്നൂക്കർ വെൻ ഡാഡ് അറൈവ്ഡ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള സെന്റൻസ് ആയി. ഓക്കെ, സോ അവിടെ നമുക്ക് ഹാഡിൻ്റെ ആവശ്യം ഇല്ല. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്തത് ഒരു fill in the blank type of question ആണ്. See, the girls didn't want to spend a long time dash the carnival. ഓക്കെ, അപ്പോൾ കാർണിവലിൽ ഒരുപാട് സമയം ചിലവഴിക്കാനായിട്ട് ആ പെൺകുട്ടികൾക്ക് താല്പര്യമില്ലായിരുന്നു എന്നതാണ് ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ സി, ഇവിടെ ദ കാർണിവൽ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്ലേസിൽ നടക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. സോ ഒബ്വിയസ്ലി നമുക്ക് ഇതിൽ ഏത് പ്രപ്പോസിഷനാണ് ചൂസ് ചെയ്യേണ്ടത്? ഇസ് ഇറ്റ് അറ്റ് ഓർ അൺടിൽ ഓർ അമങ് ഓർ ഡ്യൂറിങ് എന്നതാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ചൂസ് ചെയ്യേണ്ടത് ഓപ്ഷൻ 1 ആണ്, ദാറ്റ് ഇസ് അറ്റ്. ഓക്കെ, അറ്റ് ദ കാർണിവൽ, അറ്റ് ദ യൂണിവേഴ്സിറ്റി. ഓക്കെ, അപ്പം അങ്ങനെ ഒരു പ്രത്യേക സ്ഥലത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുമ്പം നമുക്ക് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പ്രപ്പോസിഷനാണ് അറ്റ്. ഓക്കെ, ഇനി അൺടിൽ എന്ന് പറഞ്ഞാലോ ഒരു പ്രത്യേക സമയം വരെ എന്ന് കാണിക്കാനായിട്ടാണ് നമ്മൾ അൺടിൽ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത്. ഇനി അമങ് എന്ന് പറഞ്ഞാലോ രണ്ടിൽ കൂടുതൽ ആളുകളുടെ കേസ് സംസാരിക്കുന്ന സമയത്ത് അവരുടെ ഇടയിലുള്ള കമ്പാരിസൺ വരുമ്പോഴാണ് നമ്മൾ അമങ് യൂസ് ചെയ്യുന്നത്. ഡ്യൂറിങ് എന്ന് പറയുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ഈവൻറ്റ് ഓക്കെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈമിൻ്റെ കൂടെയൊക്കെയാണ് നമ്മൾ ഡ്യൂറിങ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഡ്യൂറിങ് സമ്മർ, ഡ്യൂറിങ് മൺസൂൺ. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ.
അടുത്തത് ഒരു സ്പോട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. സോ ദ ഗിവൻ സെന്റൻസസ് ദ കൊനാക് ടെമ്പിൾ അല്ലെ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒറീസയിലുള്ള ഒഡീഷയിലുള്ള ഒരു ലൈക്ക് ടെമ്പിൾ ആണ് കൊനാക്. ഓക്കെ, സോ ദ കൊനാക് ടെമ്പിൾ ഈസ് ഡെഡിക്കേറ്റഡ് ഫ്രം ദ സൺ ഗോഡ്. ഓക്കെ, അപ്പം കൊനാക് ടെമ്പിൾ എന്ന് പറയുന്നത് സൂര്യക്ഷേത്രമാണ്, സൂര്യദേവന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്നതാണ് ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഏത് ഭാഗത്താണ് എറർ? ദ കൊനാക് ടെമ്പിൾ എന്നുള്ളത് എറർ ഫ്രീ ആണ്, ഈസ് ഡെഡിക്കേറ്റഡ് എന്നുള്ളതും എറർ ഫ്രീ ആണ്, സൺ ഗോഡ് എന്നുള്ളതും എറർ ഫ്രീ ആണ്. സോ നമുക്ക് ചൂസ് ചെയ്യേണ്ടത് ഫ്രം ദ എന്നുള്ള ഭാഗമാണ്. ഓക്കെ, ഓപ്ഷൻ 4 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സി ഫ്രം എന്ന് പറയുമ്പോൾ ഏതോ ഒന്നിൽ നിന്നും എന്ന് കാണിക്കാനായിട്ടാണ് നമ്മൾ ഫ്രം എന്നുള്ള ലൈക്ക് പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് ഫ്രം വി നീഡ് ടു മേക്ക് യൂസ് ഓഫ് ലൈക്ക് ടു. ഓക്കെ, ടു എന്നുള്ള പ്രപ്പോസിഷൻ ആണ് നമുക്ക് ഇവിടെ ഫ്രമിന് പകരം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഡെഡിക്കേറ്റഡ് ടു. ഓക്കെ, സൺ ഗോഡിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യപ്പെട്ടത്, ഡെഡിക്കേറ്റഡ് ടു ദ സൺ ഗോഡ് എന്ന് വരും. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സി വൺ ഹു പ്ലാൻസ് ആൻഡ് ഡ്രോസ് ദ ഡിസൈൻസ് ഓഫ് ബിൽഡിങ്സ് ആൻഡ് സൂപ്പറിൻറ്റൻഡൻസ് ദ കൺസ്ട്രക്ഷൻ. ഓക്കെ, അപ്പോൾ ബിൽഡിങ്സിൻ്റെ ഡിസൈനും പ്ലാനും ഒക്കെ വരയ്ക്കുകയും അതിൻ്റെ കൺസ്ട്രക്ഷൻ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന ആളെ നമുക്ക് എങ്ങനെ വിളിക്കാം എന്നതാണ് ചോദ്യം. ഇസ് ഇറ്റ് എ കമ്പോസിറ്റർ ഓർ ഡിസൈനർ ഓർ ഡ്രാഫ്റ്റ്സ്മാൻ ഓർ ആർക്കിടെക്ട്? ഓക്കെ, അപ്പം ഏതൊരു ചെറിയ കുട്ടിക്കും ആൻസർ പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത് അല്ലേ. അപ്പം ലൈക്ക് ബിൽഡിങ്സിനൊക്കെ ഡിസൈനും പ്ലാനും ഒക്കെ വരയ്ക്കുന്ന ആളെ നമ്മൾ എന്താ വിളിക്കുക? ഇറ്റ് ഈസ് ഓപ്ഷൻ 4, ദാറ്റ് ഈസ് ആർക്കിടെക്ട് അല്ലേ. ആർക്കിടെക്റ്റിനെയാണ് നമ്മൾ എ പേഴ്സൺ ഹു പ്ലാൻസ് ആൻഡ് ഡ്രോസ് ദ ഡിസൈൻ ഓഫ് ബിൽഡിങ്സ് ആൻഡ് സൂപ്പറിൻറ്റൻഡൻസ് ദെയർ കൺസ്ട്രക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വൺ. അടുത്തത് വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയ ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ആ ബ്രാഞ്ച് ഓഫ് സുവോളജി ഡീലിംഗ് വിത്ത് ബേർഡ്സ്. ഓക്കെ, ബേർഡ്സുമായിട്ട് റിലേറ്റ് ചെയ്ത സുവോളജി റിലേറ്റഡ് ബ്രാഞ്ച് ഏത് എന്നതാണ് ചോദ്യം. ഇസ് ഇറ്റ് എറ്റിമോളജി ഓർ ന്യൂമിസ്മാറ്റിക്സ് ഓർ ഓർണിത്തോളജി ഓർ ഓറോളജി? ഓക്കെ, സോ ഒരു ഡൗട്ടും ഇല്ലാതെ നമുക്ക് പറയാം അല്ലേ, ഇറ്റ് ഈസ് ദ തേർഡ് വൺ, ദാറ്റ് ഇസ് ഓർണിത്തോളജി. ഓർണിത്തോളജി ഇസ് ദ ലൈക്ക് ബ്രാഞ്ച് ഓഫ് സുവോളജി ഡീലിംഗ് വിത്ത് ബേർഡ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓറോളജി എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് മൗണ്ടൻസ്. ഓക്കെ, മൗണ്ടൻസിൻ്റെ സ്റ്റഡിയെയാണ് ഓറോളജി എന്ന് പറയുന്നത്. ഇനി ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറഞ്ഞാലോ ലൈക്ക് കോയിൻ കളക്ഷൻസ് അല്ലേ, കോയിൻ കളക്ഷൻസ് ഉള്ള ഒരാളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ന്യൂമിസ്മാറ്റിക്സ്. അതായത് റെയർ ആയിട്ടുള്ള കോയിൻ്റെ കളക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചിനെയാണ് ഓക്കെ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനെയാണ് നമ്മൾ ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ചെറിയൊരു ടാസ്ക് തരുവാണ്. ഞാൻ നോക്കട്ടെ നിങ്ങൾ എത്ര പേർ അത്ര ലൈക്ക് ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അത്ര ഇൻട്രസ്റ്റോട് കൂടിയിട്ട് വളരെ ലൈക്ക് അറ്റൻറ്റീവായിട്ട് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ നോക്കട്ടെ. സി ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ ദാറ്റ് ഈസ് എറ്റിമോളജി. ഓക്കെ, എറ്റിമോളജി എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, എന്ത് ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ആണ് എന്നുള്ളത് നിങ്ങൾ ഇവിടെ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടാം. ഓക്കെ, now let's move on. Now let's see the next one. ഇത് ഒരു like idiom related ആയിട്ടുള്ള question ആണ്. So the given idiom is see to pull one's socks up. Okay, അപ്പം to pull one's socks up എന്നുള്ള എക്സ്പ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? Is it to depart? Okay, depart ചെയ്ത് പോകുന്നതിനെയാണോ to pull one's socks up എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? Or to make an effort to improve one's performance? ഒരാളുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് എല്ലാ ഇഫേർട്ടും എടുക്കുന്നതിനെയാണോ to pull one's socks up എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? Or to try something new and strange? വളരെ പുതിയതായിട്ടുള്ള വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യം ട്രൈ ചെയ്യുന്നതിനെയാണോ to pull one's socks up എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? Or to wear a pair of new socks? Okay, ഒരു പെയർ ഓഫ് ന്യൂ സോക്സ് വെയർ ചെയ്യുന്നതിനെയാണോ എന്നതാണ് ചോദ്യം. സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് സെക്കൻഡ് വൺ ആണ്. ഓക്കെ, ടു മേക്ക് ആൻ എഫേർട്ട് ടു ഇംപ്രൂവ് വൺസ് പെർഫോമൻസ്. ഓക്കെ, സോ ഒരാളുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിനായിട്ടുള്ള ശ്രമം അതിനെയാണ് ടു പുൾ വൺ സോക്സ് അപ്പ് എന്നുള്ള ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വൺ. അടുത്തത് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. ലെറ്റ്സ് സീ. See, I don't have enough money to dash photography as a serious hobby. Okay, ഫോട്ടോഗ്രാഫി എന്നുള്ളത് ഒരു സീരിയസ് ഹോബി ആയിട്ട് എടുക്കാൻ മാത്രമുള്ള പണമൊന്നും എൻ്റെ കയ്യിലില്ല എന്നതാണ് ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഈ ബ്ലാങ്കിൽ എന്ത് വരും? മണി ടു പെർസീവ് ആണോ, മണി ടു അസിസ്റ്റ് ആണോ, മണി ടു എൻലിവൻ ആണോ, മണി ടു അൺടൈ ആണോ എന്നതാണ് ചോദ്യം. അപ്പം ലൈക്ക് നമുക്ക് ഹയർ സ്റ്റഡീസിന് പോകണം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് പറയുക? ഐ വാണ്ട് ടു പെർസ്യൂ വിത്ത് ഹയർ സ്റ്റഡീസ് എന്നാണ് പറയുക അല്ലേ. സോ ഇവിടെയും നമുക്ക് ചൂസ് ചെയ്യേണ്ടത്
ഓപ്ഷൻ 1 ആണ്, ദാറ്റ് ഇസ് പെർസ്യൂ. ഓക്കെ, അപ്പം അതിന് വേണ്ടി അത് ഫോളോ ചെയ്യുന്നതിനായിട്ട്, ആ ഡ്രീം ഫോളോ ചെയ്യുന്നതിനായിട്ട് എന്നുള്ള ഒരു മീനിങ് ആണ് നമുക്കിവിടെ പെർസ്യൂ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഐ ഡോണ്ട് ഹാവ് ഇനഫ് മണി ടു പെർസ്യൂ ഫോട്ടോഗ്രാഫി ആസ് എ സീരിയസ് ഹോബി എന്ന് വരും. ഓക്കെ, ഇനി അസിസ്റ്റ് എന്ന് പറഞ്ഞാലോ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് അല്ലേ, ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. എൻലിവൺ എന്ന് പറഞ്ഞാൽ ജീവിച്ചു കാണിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. അൺടൈ എന്ന് പറഞ്ഞാൽ ലൈക്ക് അഴിക്കുക അല്ലെ, കെട്ടഴിക്കുന്നതിനെയാണ് അൺടൈ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് മീനിങ് വരുന്ന വാക്ക്, അതായത് ആന്റണിം ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സോ ദ ഗിവൻ വേർഡ് ഇസ് ടാക്ട്ഫുൾ. ഓക്കെ, ടാക്ട്ഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ കണ്ണിങ് ആയിട്ടുള്ള അല്ലെ ഒന്നിനെയാണ് നമ്മൾ ടാക്ട്ഫുൾ എന്ന് പറയുന്നത്. സോ അതിന് ലൈക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഏത് എന്നതാണ് ചോദ്യം. ഇസ് ഇറ്റ് ഡെലിക്കേറ്റ് ഓർ കെയർലെസ് ഓർ കോഷ്യസ് ഓർ ജെന്റിൽ? ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് സെക്കൻഡ് വൺ ആണ്, ദാറ്റ് ഇസ് കെയർലെസ്. ഓക്കെ, അപ്പം വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തെ നമുക്ക് ടാക്ട്ഫുൾ എന്ന് പറയാമെങ്കിൽ വളരെ കെയർലെസ് ആയിട്ട് യാതൊരുവിധ കെയറും ഇല്ലാതെ ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മൾ കെയർലെസ് എന്ന് പറയുന്നത്. ഇനി ഡെലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ ഡെലിക്കേറ്റ് എന്ന് പറയുന്നത്. ഇനി കോഷ്യസ് എന്ന് പറഞ്ഞാലോ ജാഗ്രതയോട് കൂടിയ ഒന്നിനെ നമുക്ക് കോഷ്യസ് എന്ന് പറയാം. ജെന്റിൽ എന്ന് പറയുമ്പോൾ സോഫ്റ്റ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇനി നമുക്കുള്ളത് ഒരു ഫ്രേസ് സബ്സ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നോ വൺ ആർ സപ്പോസ് ടു റിയാക്ട് ടു ഹർ പ്രെജുഡിസ്ഡ് കമന്റ്സ്. ഓക്കെ, പ്രെജുഡിസ്ഡ് കമന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രെജുഡിസ് എന്ന് പറഞ്ഞാൽ മുൻധാരണയാണ്. ഓക്കെ, അപ്പം അങ്ങനെ ലൈക്ക് ബയസ്ഡ് ആയിട്ടുള്ള മുൻധാരണയോട് കൂടിയിട്ടുള്ള കമന്റ്സ് ആണ് അവളുടേത്. ഓക്കെ, പക്ഷേ അതിനോട് ആരും റിയാക്ട് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നോ വൺ ആർ സപ്പോസ് ടു റിയാക്ട് എന്നതിന് പകരം വരേണ്ടത് എന്താണ്? ഇസ് ഇറ്റ് നോ വൺ ഹാസ് സപ്പോസ് ടു റിയാക്ട്, or no substitution, or no one is supposed to react, or no one had supposed to react? ഓക്കെ, സോ ഇവിടെ നമുക്കറിയാം നോ വൺ എന്നുള്ള വാക്ക് അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓക്കെ എവ്രി വൺ അല്ലെങ്കിൽ എവ്രിബഡി എന്നുള്ളതിൻ്റെ കൂടെ നമ്മൾ സിംഗുലർ ആയിട്ടുള്ള വേർബാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓൾറെഡി പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ നോ വൺ എന്നുള്ളതിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ ആയിട്ടുള്ള വേർബാണ് അക്കോർഡിംഗ് ടു സബ്ജക്ട് വേർബ് അഗ്രിമെന്റ്. ഓക്കെ, സോ ഇവിടെ നോ വണ്ണിന് ശേഷം വന്നിരിക്കുന്നത് ആർ എന്നുള്ള പ്ലൂരൽ ആയിട്ടുള്ള വേർബ് അല്ലേ, സോ ദാറ്റ് ഈസ് റോങ്. ഓക്കെ, അപ്പം ഇതിൻ്റെ കൂടെ വരേണ്ടത് സിംഗുലർ ആയിട്ടുള്ള വേർബാണ്. അപ്പം ഇവിടെ നോക്കിക്കേ നോ വൺ ഈസ്, ആറിന് പകരം വരേണ്ടത് ഈസ് ആണ്. ഓക്കെ, സോ നോ വൺ ഈസ് സപ്പോസ് ടു റിയാക്ട് എന്നുള്ള ആ ഒരു ലൈക്ക് ഓപ്ഷൻ 3 ആണ് നമ്മളിവിടെ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് എങ്ങനെ വരും? നോ വൺ ഈസ് സപ്പോസ് ടു റിയാക്ട് ടു ഹർ പ്രെജുഡിസ്ഡ് കമന്റ്സ് എന്ന് വരും. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇതൊരു ഇഡിയം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ തന്നിരിക്കുന്ന ഇഡിയം റോക്ക് ദ ബോട്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ റോക്ക് ദ ബോട്ട് എന്നുള്ള ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഇസ് ഇറ്റ് ടു ബി വെൽതി, ലൈക്ക് പെട്ടെന്ന് പണക്കാരനാവുന്നതിനെയാണോ റോക്ക് ദ ബോട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓർ അപ്സെറ്റ് ദ ബാലൻസ്, ഓക്കെ ബാലൻസ് അപ്സെറ്റ് ആവുന്നതിനെയാണോ? ടു മേക്ക് ഫൺ ഓഫ്, ഓക്കെ ആരെങ്കിലും കളിയാക്കുന്നതിനെയാണോ? ടു ഗെറ്റ് എൻ അൺഎക്സ്പെക്റ്റഡ് വിൻ, പ്രതീക്ഷിക്കാതെ ഒരു കാര്യത്തിൽ നമുക്ക് വിജയം കൈവരിക്കുന്നതിനെയാണോ റോക്ക് ദ ബോട്ട് എന്നുള്ള ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് ചോദ്യം. സോ ഹിയർ ആൻസർ ഇസ് ഓപ്ഷൻ 2, ദാറ്റ് ഇസ് അപ്സെറ്റ് ദ ബാലൻസ്. ഓക്കെ, ബാലൻസ് നഷ്ടപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റോക്ക് ദ ബോട്ട് എന്നുള്ള ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വൺ. അടുത്തത് ഒരു fill in the blank type of question ആണ്. So the dash made of ice cream and fruits was liked by the guest. ഓക്കെ, അപ്പം ലൈക്ക് ഐസ്ക്രീമും ഫ്രൂട്ട്സും കൊണ്ട് ഉണ്ടാക്കിയ എന്തോ ഒന്ന് അത് ഗസ്റ്റുകൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അപ്പം എന്തായിരിക്കും അത്? ഇസ് ഇറ്റ് ഡെസേർട്ട് ഓർ ഡെസേർട്ട് ഓർ ഡെസേർട്ട്സ് ഓർ ഡോസ്? ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ 2, ദാറ്റ് ഇസ് ഡെസേർട്ട്. ഓക്കെ, ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ ഐസ്ക്രീമും ഫ്രൂട്ട്സും ഒക്കെ കൊണ്ട് നമുക്ക് ലൈക്ക് കഴിക്കാനായിട്ട് പറ്റുന്ന ലൈക്ക് ഒരു ഐറ്റം ഉണ്ടാക്കുന്നതിനെയാണ് ഡെസേർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഡെസേർട്ട് മെയ്ഡ് ഓഫ് ഐസ്ക്രീം ആൻഡ് ഫ്രൂട്ട്സ് വാസ് ലൈക്ക് ബൈ ദ ഗസ്റ്റ്. പക്ഷേ ഈ ഫസ്റ്റ് ഡെസേർട്ട് നോക്കിക്കേ, അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മരുഭൂമി എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഈ ഡെസേർട്ടിന് 2 S, ഓക്കെ ഡബിൾ S ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഒരു ലൈക്ക് ഇംപ്രൂവ്മെന്റ്, സെന്റൻസ് ഇംപ്രൂവ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നോക്കാം. ദ മോണ്യുമെന്റൽ ഇൻസ്ക്രിപ്ഷൻ ഇസ് സ്കാർസ്ലി റീഡബിൾ ഇസ്ന്റ് ഇറ്റ്? ഓക്കെ,
അപ്പം ഇവിടെ പറയുന്നത് സ്കേഴ്സ്ലി എന്നുള്ള വാക്കാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. ആ മോണ്യുമെന്റൽ ഇൻസ്ക്രിപ്ഷൻ, ഓക്കെ, മോണ്യുമെന്റൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ, ഓക്കെ, അത് സ്കേഴ്സ്ലി റീഡബിൾ എന്ന് പറഞ്ഞാൽ എന്താ, വായിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് അല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ തന്നിരിക്കുന്ന സെന്റൻസ്, അതായത് ദ മോണ്യുമെന്റൽ ഇൻസ്ക്രിപ്ഷൻ ഇസ് സ്കേഴ്സ്ലി റീഡബിൾ എന്നുള്ളത് നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. ഓക്കെ, അപ്പം അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് വരുന്ന സമയത്ത് ഒബ്വിയസ്ലി അത് പോസിറ്റീവ് ആയിരിക്കണം. പക്ഷെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് നോക്കിക്കേ, ഈസിന്റ് ഇറ്റ് എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് ആണ്. അപ്പം നമുക്കത് മാറ്റി ഏതാണ് ചൂസ് ചെയ്യേണ്ടത്, ഈസ് ഇറ്റ് ആണോ, ആറിന്റ് ഇറ്റ് ആണോ, ഈസ് ഇൻ ദെം ആണോ, അതോ നോ ഇംപ്രൂവ്മെന്റ് ആണോ എന്നതാണ് ചോദ്യം. സി, സെക്കൻഡും തേർഡും നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം. കാരണം എന്താ, രണ്ടും നെഗറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് ആണ്. സോ നമുക്ക് ചൂസ് ചെയ്യേണ്ടത് ഫസ്റ്റ് വൺ ആണ്, ദാറ്റ് ഇസ് ഈസ് ഇറ്റ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് എങ്ങനെ വരും, ദ മോണ്യുമെന്റൽ ഇൻസ്ക്രിപ്ഷൻ ഇസ് സ്കേഴ്സ്ലി റീഡബിൾ, ഈസ് ഇറ്റ്. ഓക്കെ, ഈ സ്കേഴ്സ്ലി എന്നുള്ള വാക്കിന് നെഗറ്റീവ് കൊണോട്ടേഷൻ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ആലോചിക്കേണ്ടത്. ഓക്കെ, now let's see the next question. See, select the most appropriate synonym of the given word എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സോ തന്നിരിക്കുന്ന വാക്ക് ഇക്യുവോക്കൽ എന്നുള്ളതാണ്. ഓക്കെ, സോ ഇക്യുവോക്കൽ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോട്ട് ക്ലിയർ ഓർ ഓപ്പൺ ടു വേരിയസ് ഇന്റർപ്രിറ്റേഷൻസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന വാക്കുകൾ നോക്കാം, ക്ലിയർ, ഡിറ്റർമിനബിൾ, സർട്ടൺ ആൻഡ് ആംബിഗ്വസ്. ഓക്കെ, സോ ഇവിടെ ഇക്യുവോക്കൽ എന്നുള്ള വാക്കിന് സിനണിമായിട്ട് വരുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ 4, ദാറ്റ് ഈസ് ആംബിഗ്വസ്. ഓക്കെ, ആംബിഗ്വിറ്റി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. സി, ലൈക്ക് പലതരത്തിലുള്ള ഇന്റർപ്രിറ്റേഷൻസ് ഉള്ള ഒറ്റൊരു മീനിങ് മാത്രമല്ലാത്ത ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്യുവോക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇക്യുവോക്കൽ സിനണിമായിട്ട് വരുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ 4, ദാറ്റ് ഈസ് ആംബിഗ്വസ്. ഓക്കെ, ഇനി ക്ലിയർ എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റിയോട് കൂടിയ, ഡിറ്റർമിനബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കുന്ന ഒന്നിനെയാണ് ഡിറ്റർമിനബിൾ എന്ന് പറയുന്നത്. സർട്ടൺ എന്ന് പറഞ്ഞാൽ തീർച്ചയായും നമുക്ക് തീർച്ചയുള്ള ഒന്ന്, ഓക്കെ, തീർച്ചയായും നടക്കും എന്ന് പറയുന്ന ഒരു കാര്യത്തെ നമുക്ക് സർട്ടൺ എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. സി, നെക്സ്റ്റ് വൺ ഇസ് എ സ്പോട്ട് എറർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. So, for peace and happiness in the world, we need to remind ourselves of a philosophy and cultural എന്നുള്ളതാണ് തന്നിരിക്കുന്ന സെൻറ്റൻസ്. അപ്പോൾ ഇതിൽ ഏത് ഭാഗത്താണ് എറർ ഉള്ളത് എന്നതാണ് ചോദ്യം. സി, for peace and happiness in the world അത് എറർ ഫ്രീ ആണ്. we need to remind ourselves അതും എറർ ഫ്രീ ആണ്. of a philosophy and cultural. സി, ഇവിടെ നോക്കിക്കേ, ആൻഡ് എന്നുള്ള വാക്ക് വെച്ച് കണക്ട് ചെയ്യുന്ന സമയത്ത് ലൈക്ക് പാർട്സ് ഓഫ് സ്പീച്ച് എടുക്കുന്ന സമയത്ത് രണ്ടും സിമിലർ ആയിട്ടുള്ള പാർട്സ് ഓഫ് സ്പീച്ച് ആയിരിക്കണം എന്ന് നമുക്കറിയാം അല്ലേ. സി, ഇവിടെ ഫിലോസഫി എന്ന് പറയുന്നത് എന്താ, അതൊരു നൗൺ ആണ് അല്ലേ. സോ ഇവിടെ കൾച്ചറൽ എന്ന് പറയുന്നതും ലൈക്ക് നമുക്ക് നൗൺ ആണ്. ഈ കൾച്ചറൽ എന്നുള്ള വാക്കിന് പകരം നമുക്കിവിടെ വേണ്ടത് ഒരു നൗൺ ആയിരിക്കണം. ഓക്കെ, സോ ലൈക്ക് ഇത് കൾച്ചറൽ എന്നുള്ള വാക്ക് നമുക്ക് എങ്ങനെ നൗണാക്കി മാറ്റാനായിട്ട് പറ്റും, ഇൻസ്റ്റെഡ് ഓഫ് കൾച്ചറൽ വി നീഡ് ടു മേക്ക് യൂസ് ഓഫ് ദ വേർഡ് കൾച്ചർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിത് ലൈക്ക് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് തേർഡ് ആണ്, ഓഫ് എ ഫിലോസഫി ആൻഡ് കൾച്ചറൽ എന്നതിന് പകരം വേണ്ടത് ഓഫ് എ ഫിലോസഫി ആൻഡ് കൾച്ചർ എന്നുള്ളതാണ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്തതും ഒരു സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ലെറ്റ്സ് റീഡ്. സി, ഹി ബിഗാൻ ടു ആസ്ക് അബൌട്ട് ഹിസ് എനിമീസ് ഹു ഹാഡ് ബീൻ ഹണ്ടിങ് ഹിം. ഓക്കെ, അപ്പം ലൈക്ക് അവനെ ഹണ്ട് ചെയ്തുകൊണ്ടിരുന്ന, വേട്ടയാടിക്കൊണ്ടിരുന്ന അവൻ്റെ എനിമീസിനെ കുറിച്ച് അവൻ ചോദിക്കാനായിട്ട് തുടങ്ങി എന്നതാണ് ഇവിടെ പറയുന്നത്. സോ ഇവിടെ ഹു ഹാഡ് ബീൻ ഹണ്ടിങ് ഹിം എന്നുള്ള ഭാഗം നമുക്ക് മാറ്റിയിട്ട് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് ചൂസ് ചെയ്താലാണ് ഈ ഒരു ലൈക്ക് സെൻറ്റൻസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആക്കാനായിട്ട് പറ്റുക എന്ന് നോക്കാം. സി, ഈസ് ബീൻ ഹണ്ടിങ് എന്ന് വരുമോ, വാസ് ബീൻ ഹണ്ടിങ് എന്ന് വരുമോ, അതോ ഹാഡ് ബീൻ ഹണ്ടഡ് എന്ന് വരുമോ, അതോ നോ ഇംപ്രൂവ്മെൻറ്റ് റിക്വയർഡ് ആണോ. ഓക്കെ, സി, ഹി ബിഗാൻ ടു ആസ്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ ബിഗാൻ എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയാം നമ്മളിവിടെ ചൂസ് ചെയ്യേണ്ടത് എന്താ, ലൈക്ക് പാസ്റ്റിലുള്ള ഒരു ഫോം വേണം നമുക്കിവിടെ വരാനായിട്ട് അല്ലേ. സോ ഹു ഹാഡ് ബീൻ ഹണ്ടിങ് ഹിം എന്ന് പറയുന്നത് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് സ്ട്രക്ചർ ആണ്. ഓക്കെ, സോ ഇത് ലൈക്ക് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്. സോ നമുക്കിതിൽ യാതൊരുവിധ ഇംപ്രൂവ്മെൻറ്റും വരുത്തേണ്ടതില്ല. സോ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഫോർത്ത് ആണ്, ദാറ്റ് ഇസ് നോ ഇംപ്രൂവ്മെൻറ്റ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്തത് ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നോക്കാം. സി, ചേഞ്ച് ഇൻ ഫോം, നേച്ചർ ഓർ സബ്സ്റ്റൻസ്. ഓക്കെ, സബ്സ്റ്റൻസിൽ അല്ലെങ്കിൽ നേച്ചറിൽ അല്ലെങ്കിൽ ഫോമിൽ വരുന്ന മാറ്റം അതിന് നമുക്ക് എങ്ങനെ പറയാം, ഈസ് ഇറ്റ് റെസല്യൂട്ട് ഓർ ഇമ്മ്യൂട്ടബിൾ ഓർ ഇൻട്രപ്രറ്റ് ഓർ ട്രാൻസ്മ്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഫോർത്ത് വൺ ആണ്, ദാറ്റ് ഈസ്
ട്രാൻസ്മ്യൂട്ട്. ഓക്കെ, ട്രാൻസ്മ്യൂട്ട് എന്നുള്ള വാക്കാണ് ചേഞ്ച് ഇൻ ഫോം ഓർ നേച്ചർ ഓർ സബ്സ്റ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന 4 വാക്കുകളിൽ ലൈക്ക് ഇൻകറക്റ്റ്ലി സ്പെൽഡ് ആയിട്ടുള്ള വേർഡ് ഏത് എന്നതാണ് ചോദ്യം. ഈസ് ഇറ്റ് കാർണിവോറസ് ഓർ കാലണ്ടർ ഓർ ക്യാഡർ ഓർ കമിറ്റ്? ഓക്കെ, സോ വിതൗട്ട് എനി ഡൗട്ട് വി ക്യാൻ സേ ഇറ്റ് ഇസ് ഓപ്ഷൻ 2 അല്ലേ. കാലണ്ടർ എന്നുള്ള വാക്കിന്റെ സ്പെല്ലിംഗ് ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ഇറ്റ് ഇസ് CALENDAR അല്ലെ. കാലണ്ടർ എന്നുള്ള വാക്കിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് CALEN ആണ് ഇൻസ്റ്റെഡ് ഓഫ് A. ഓക്കെ, ഇനി കാർണിവോറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസിനെയാണ് നമ്മൾ കാർണിവോറസ് എന്ന് പറയുന്നത്. ക്യാഡർ എന്ന് പറയുന്ന സമയത്ത് ഡിഫറെൻറ്റ് ലെവൽസ് ഓർ സെക്ഷൻസ് അല്ലേ, ഇതിനെയാണ് ക്യാഡർ എന്ന് പറയുന്നത്. കമ്മിറ്റ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഗെറ്റ് ഇൻ ടു സം അഗ്രിമെൻറ്റ് എന്നുള്ള ഒരു മീനിങ് ആണ് കമ്മിറ്റ് എന്നുള്ള വാക്കിനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ ദിസ് ഈസ് അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലോസ് ടെസ്റ്റ് ആണ്. ഓക്കെ, അപ്പം ക്ലോസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. എന്താണത്? ലൈക്ക് ഒരു പാസേജ് തന്നിരിക്കും. ആ പാസേജിൽ നമുക്ക് 5 ബ്ലാങ്ക്സ് കാണാനായിട്ട് സാധിക്കും. സോ ഈ 5 ബ്ലാങ്ക്സും കൃത്യമായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള വാക്കുകൾ വെച്ച് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ മീനിങ് ആയിട്ടുള്ള ഒരു പാസേജ് കിട്ടും. ഓക്കെ, സോ ലെറ്റ്സ് റീഡ് ദിസ്. Aerobics is a system of exercise dash stimulates the heart and lungs to dash beneficial changes in the body. Okay, these dash strengthening of the muscles and dash the rapid flow of air in and out of the lungs are more dash heart to pump more oxygen and blood. ഓക്കെ, സോ ഇവിടെ പറയുന്നത് എയറോബിക്സിനെ കുറിച്ചും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഇൻ ഹ്യൂമൻ ലൈഫ് എന്നുള്ളതുമാണ്. ഓക്കെ, സോ ലെറ്റ്സ് ട്രൈ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വൺ ബൈ വൺ. സോ ആദ്യത്തെ ബ്ലാങ്ക് നോക്കാം. aerobics is a system of exercise dash stimulates the heart and lungs. Okay, which stimulates ആണോ, whom stimulates ആണോ, who stimulates ആണോ, where stimulates ആണോ എന്നതാണ് ചോദ്യം. സോ ഇവിടെ നമുക്ക് ചൂസ് ചെയ്യേണ്ടത് which എന്നുള്ള വേർഡ് ആണ്. ഓക്കെ, which ആണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, ഇവിടെ whom എന്നുള്ള വാക്ക് അതുപോലെ who എന്നുള്ള വാക്ക് ഒക്കെ പേഴ്സൺ റിലേറ്റഡ് ആയിട്ടുള്ള ലൈക്ക് വേർഡ്സ് ആണ്. ഓക്കെ, അപ്പം whom അല്ലെങ്കിൽ who ഒക്കെ നമ്മൾ പേഴ്സൺ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് എയറോബിക്സ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ which എന്നുള്ള വാക്കാണ് നമുക്കിവിടെ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. അപ്പം എങ്ങനെ വന്നു? എയറോബിക്സ് ഇസ് എ സിസ്റ്റം ഓഫ് എക്സസൈസ് വിച്ച് സ്റ്റിമുലേറ്റ്സ് ദ ഹാർട്ട് ആൻഡ് ലങ്സ് to dash beneficial changes in the body. Okay, to discover beneficial changes ആണോ, to produce beneficial changes ആണോ, to design beneficial changes ആണോ, to assemble beneficial changes ആണോ എന്നതാണ് ചോദ്യം. അപ്പം ബോഡിയിൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കാനായിട്ട് എന്നുള്ളൊരു മീനിങ് ആണ് നമുക്ക് ഇവിടെ വേണ്ടത് അല്ലേ. സോ ഒബ്വിയസ്ലി നമുക്ക് ഇവിടെ ചൂസ് ചെയ്യേണ്ടത് സെക്കൻഡ് വൺ ആണ്, ദാറ്റ് ഇസ് പ്രൊഡ്യൂസ്. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? എയറോബിക്സ് ഇസ് എ സിസ്റ്റം ഓഫ് എക്സസൈസ് വിച്ച് സ്റ്റിമുലേറ്റ്സ് ദ ഹാർട്ട് ആൻഡ് ലങ്സ് ടു പ്രൊഡ്യൂസ് ബെനിഫിഷ്യൽ ചേഞ്ചസ് ഇൻ the body എന്ന് വരും. Okay, now let's move on to blank number 3. These dash strengthening of the muscles. These insert strengthening ആണോ, these enter strengthening ആണോ, these include strengthening ആണോ, these admit strengthening ആണോ? ഓക്കെ, അപ്പം ഇതിൽ എന്തൊക്കെ പെടും എന്നുള്ളതാണ് പറയുന്നത് അല്ലേ. അതിൽ ലൈക്ക് സ്ട്രെങ്തനിങ് ഓഫ് മസിൽസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നതാണ് പറയുന്നത്, അതും കൂടി ഉൾപ്പെടും എന്നാണ് പറയുന്നത്. സോ തേർഡ് വൺ ആണ് നമ്മുടെ ഇവിടെ ആൻസർ ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇൻക്ലൂഡ് എന്ന് വരും. ഓക്കെ, ദീസ് ഇൻക്ലൂഡ് സ്ട്രെങ്തനിങ് ഓഫ് ദ മസിൽസ് and dash the rapid flow of air. Okay, choking the rapid flow of air ആണോ, stifling the rapid flow of air ആണോ, aiding the rapid flow of air ആണോ, the blocking the rapid flow of air in and out of the lungs ആണോ എന്നതാണ് ചോദ്യം. അപ്പം എയറിന് ലൈക്ക് ലങ്സിൻ്റെ ഉള്ളിലോട്ടും പുറത്തോട്ടും പോകുന്നതിനായിട്ട് ഓക്കെ റാപ്പിഡ് ഫ്ലോ ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നാണ് നമുക്കിവിടെ പറയേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഒരു മീനിങ് വരുന്ന വാക്ക് ഇറ്റ് ഈസ് ഓപ്ഷൻ 3, ദാറ്റ് ഈസ് എയ്ഡിങ്. ഓക്കെ, സോ എങ്ങനെ വരും? അപ്പം ദീസ് ലൈക്ക് ഇൻക്ലൂഡ് സ്ട്രെങ്തനിങ് ഓഫ് ദ മസിൽസ് ആൻഡ് എയ്ഡിങ് ദ റാപ്പിഡ് ഫ്ലോ എന്ന്, എയ്ഡിങ് ദ റാപ്പിഡ് ഫ്ലോ ഓഫ് എയർ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ലങ്സ് എന്ന് വരും. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ലാസ്റ്റ് ബ്ലാങ്ക്. These include strengthening of the muscles and aiding the rapid flow of air in and out of the lungs are more dash hard to pump more oxygen and blood. A more adequate heart ആണോ, more skillful heart ആണോ, more efficient heart ആണോ, more trained heart ആണോ എന്നതാണ് ചോദ്യം. അപ്പം ഇങ്ങനെ ആവുന്ന സമയത്ത്, അതായത് ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മുടെ ഹാർട്ട് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആവുകയാണ് ചെയ്യുന്നത് അല്ലേ. സോ ഒബ്വിയസ്ലി ഇവിടെ നമുക്ക് ചൂസ് ചെയ്യേണ്ടത് തേർഡ് വൺ ആണ്, ദാറ്റ് ഈസ്
efficient. Okay. സോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻസ് ഇത്രയുമായിരുന്നു. സോ ഐ ഹോപ്പ് വാട്ട് എവർ വി ഹാവ് ഡിസ്കസ് ടുഡേ ഇസ് ക്ലിയർ ഫോർ യു. സോ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ് ലൈക്ക് SSC MTS എക്സാമിന് ചോദിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ധാരണ കിട്ടിക്കാണും എന്ന് വിശ്വസിക്കുന്നു. സോ ലൈക്ക് പ്രാക്ടീസ് മോർ സോ ദാറ്റ് യു വിൽ ബി ഏബിൾ ടു പെർഫോം വെൽ. ഓക്കെ, അപ്പോൾ നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യാം, എക്സാം നന്നായി തന്നെ എഴുതുക. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. ഓക്കെ, so thank you so much for your patient listening. Happy learning.